അയ്യോ, അങ്ങനെയൊന്നുമില്ല. നീ വെറുതെ തെറ്റിദ്ധരിക്കരുത്. അവൾ ആരായാലും എന്തായാലും ഒടുവിൽ ഒരു പെൺകുട്ടിയല്ലേ. അവളെ വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. ശരി, അതിനായി അവളുടെ ജീവിതം വെറുതെ നശിപ്പിക്കാൻ പാടില്ല. എവിടെ നിന്നാണോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അതുപോലെ സുരക്ഷിതമായി കൊണ്ടുപോയി ഹോസ്റ്റലിലാക്കണം. 2 ദിവസത്തിനുള്ളിൽ നല്ലൊരു ഹോസ്റ്റൽ കണ്ടെത്തി അതിനുള്ള സൗകര്യവും ചെയ്യണം. അവന് സ്വയം ന്യായീകരിക്കാൻ 1000 കാരണങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ഉവ്വ് ഉവ്വ്, സാറിന് ഹോസ്റ്റൽ നോക്കാൻ 2 ദിവസം വേണം പോലും. ഒന്ന് പുറത്തേക്കിറങ്ങിയാൽ 2 മണിക്കൂർ കൊണ്ട് തീരാവുന്ന പ്രശ്നമേ ഇതൊക്കെയുള്ളൂ. പിന്നെന്തിനാ വെറുതെ ഈ 2 ദിവസത്തിൻ്റെ സമയം പാഴാക്കുന്നേ? അവൾ പാവമല്ലേ. രണ്ട് മനസ്സ് തളർച്ചയോടെ അവൻ തന്നെ സ്വയം മന്ത്രിച്ചു. ഓഹോ, സാറിന് അവളോടിപ്പോൾ വലിയ അനുകമ്പയാണല്ലോ. ഈ 2 ദിവസത്തിനുള്ളിൽ നീ അവളെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിച്ചാൽ മതി. മനസാക്ഷി വീണ്ടും അവനോടായി പറഞ്ഞു പരിഹസിച്ചു. പോടാ അവിടുന്ന്, വെറുതെ എൻ്റെ ദേഷ്യം കൂട്ടരുത്. ഞാൻ അങ്ങനെയുള്ളവനൊന്നുമല്ല. വെള്ളം താഴേക്ക് വീണുന്ന ഷവറിന് കീഴിൽ നിന്ന് അവൻ ദേഷ്യത്തോടെ സ്വയം പറഞ്ഞു. കണ്ണുകൾ പൂട്ടി അല്പനേരം അങ്ങനെ തന്നെ നിന്നു. തണുത്തുറഞ്ഞ വെള്ളത്തുള്ളികൾ അവൻ്റെ ഉള്ളിൽ പുകഞ്ഞുയർന്ന ചൂടിനൽപ്പം ശമനമേൽക്കി. പിന്നീട് ഡ്രസ്സിംഗ് റൂമിലെത്തി ഈറൻ മാറിക്കൊണ്ട് ഒരു സ്കൈ ബ്ലൂ ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ച് അവൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോഴേക്കും അന്യ അവന് വേണ്ടിയുള്ള ചൂട് ചുക്കുകാപ്പി തയ്യാറാക്കിക്കൊണ്ട് ഹാളിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആദിത്യൻ സർ, ഇത് ചുക്കുകാപ്പിയാ. അല്പം കുടിച്ചാൽ ഈ പനിയൊക്കെ ഓടിപ്പോകും, അവൾ ശുഷ്കാന്തിയോടെ പറഞ്ഞു. ചുക്കുകാപ്പി കുടിച്ചാൽ പനി മാറുമോടി? എങ്കിൽ പിന്നെ നീ എന്തിനാടി നീട്ടിപ്പിടിച്ച് ഡോക്ടറാവാൻ പഠിക്കുന്നത്? മിണ്ടാതെ വല്ല വൈദ്യരുടെ കടയും തുറന്ന് ഇരുന്നൂടെ അവിടെ? അവൻ പുച്ഛത്തോടെ അവളെ കളിയാക്കി. സർ, ഒരുപാട് തമാശയൊന്നും വേണ്ട. നമ്മുടെ നാട്ടുവൈദ്യവും സിദ്ധവൈദ്യവുമൊക്കെ നമുക്ക് ലഭിച്ച വലിയൊരു വരമാ. 1000 ഹൈടെക് ആശുപത്രികൾ വന്നാലും ഇന്നും ഇതിലൊന്നും വലിയ സ്ഥാനമുണ്ട്. പണ്ട് കാലം തൊട്ടേ വീട്ടിലുള്ള കൈമരുന്നുകൾ വെച്ച് രോഗം മാറുന്ന എത്രയോ പേരുണ്ട്. അതെല്ലാം അവൾ വിടാതെ വാദിച്ചു കൊണ്ടേയിരുന്നു. മതി മതി, ആര് കേൾക്കുന്നു നിന്റെ ഉപദേശമൊക്കെ? അവൻ അസഹിഷ്ണുതയോടെ കൈ വീശിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് പനി വരുമ്പോൾ എൻ്റെ അപ്പച്ചി എപ്പോഴും ഇങ്ങനെ ചുക്കുകാപ്പി വെച്ചു തരുമായിരുന്നു. കുടിച്ചാലുടൻ പനി മാറും. അതിനുമപ്പുറം സഹിക്കാൻ പറ്റാത്ത അസുഖമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാണാൻ പോകാറുള്ളൂ. അവൾ തൻ്റെ ഓർമ്മകളിലേക്ക് ഊളിയിട്ടുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഹേ, നീ അനാവശ്യം വിളിച്ചു പറയാതെ അവിടുന്ന് പോകുന്നുണ്ടോ നീ? ആ വശത്തേക്ക് മാറി നിൽക്കടി. അവൻ അവളെ അല്പം ദേഷ്യത്തിൽ മാറ്റി നിർത്തി ഹാളിൽ TV ഓൺ ചെയ്തു. TVയിലാണെങ്കിൽ ഒരു മലയാളം ഗാനം അപ്പോൾ പ്ലേ ചെയ്യുന്നുമുണ്ടായിരുന്നു. വരികളുടെ അർത്ഥം മനസ്സിലാക്കിയതും ആദിത്യൻ അസ്വസ്ഥതയോടെ പെട്ടെന്ന് ചാനൽ മാറ്റി. അടുത്ത ചാനൽ വന്ന പാട്ടും വ്യത്യസ്തമായിരുന്നില്ല. എന്ന സ്വരമാധുര്യം കേട്ടതും അനന്യയുടെ ശ്രദ്ധ TVയിലേക്ക് തിരിഞ്ഞു. ചിത്രചേച്ചിയുടെ വലിയൊരു ആരാധകയായിരുന്നു അവൾ. ആ ശബ്ദം എവിടെ കേട്ടാലും ചുറ്റുമുള്ള ലോകം മുഴുവൻ മറന്ന് നിൽക്കുന്നത് അവളുടെ ഒരു പതിവാ. എന്നാൽ ആ പാട്ടിലെ കാമുക ഭാവങ്ങൾ ആദിത്യന് എന്തോ ഒരു അസ്വസ്ഥതയുണ്ടാക്കി. അവൻ വേഗത്തിൽ റിമോട്ട് എടുത്ത് വീണ്ടും ചാനൽ മാറ്റാൻ ശ്രമിച്ചു. തൊട്ടടുത്ത നിമിഷം ഒട്ടും താമസിക്കാതെ അനന്യ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന റിമോട്ട് പിടിച്ചു വാങ്ങാനാഞ്ഞു. ഇരുവരും റിമോട്ടിനായി വടം വലി തുടങ്ങി. TVയിൽ ആ പാട്ടിൻ്റെ താളം മുറുകിക്കൊണ്ടേയിരുന്നു. വഴക്കിനിടയിൽ ഇരുവർക്കുമിടയിൽ വന്ന് റിമോട്ട് തറയിലേക്ക് തെറിച്ചു വീണു. പാട്ടിൻ്റെ വരികൾ ഹാളിൽ മുഴങ്ങിക്കേട്ടു. റിമോട്ടിനായുള്ള പിടിവലികളിൽ ബാലൻസ് തെറ്റി അനന്യ ആദിത്യൻ്റെ നെഞ്ചിലേക്ക് വീണു. ആ അപ്രതീക്ഷിത വീഴ്ചയിൽ 2 പേർക്കും സോഫയിലേക്ക് മറിഞ്ഞു. മുകളിൽ അനന്യ, താഴെ ആദിത്യൻ. സ്വപ്നങ്ങളെ പോലെ ഇരുവരുടെയും കണ്ണുകൾ ഇമവട്ടം മറന്ന് പരസ്പരം കോർത്തു. പശ്ചാത്തലത്തിൽ ആ പ്രണയഗാനം ആഞ്ഞടിക്കുമ്പോൾ അവർക്കിടയിൽ വികാരങ്ങളുടെയും ഹോർമോണുകളുടെയും പുതിയൊരു ലോകം ഉണർന്നു. ആദിത്യൻ്റെ വിരലുകൾ അനന്യയുടെ കാർക്കൂന്തനെ മൃദുവായി വകഞ്ഞു മാറ്റി. അവനവളുടെ ചുണ്ടുകളിലേക്ക് പ്രണയത്തോടെ മുഖമടുപ്പിച്ചു. എന്നാൽ ആ നിമിഷം ഞെട്ടലോടെ സ്വയം വീണ്ടെടുത്ത അനന്യ സ്വന്തം കൈകൾ കൊണ്ട് പെട്ടെന്ന് ആദരങ്ങൾ പൊത്തിപ്പിടിച്ചു. ആദിത്യൻ്റെ കണ്ണുകൾ വലിയൊരു നിരാശയും നീലിച്ചു. സർ, പ്ലീസ്, എനിക്ക് പഠിക്കണം, വിറക്കുന്ന ശബ്ദത്തിൽ അനന്യ യാചിച്ചു. അവളുടെ കണ്ണുകൾ പ്രാർത്ഥന പോലെ കണ്ണുനീർ തങ്ങി നിൽക്കുന്നു. ആ വാക്കുകൾ ആദിത്യനെ പെട്ടെന്ന് പിന്നോട്ടേക്ക് വലിച്ചു. അവൻ ഒരു നിമിഷം ചിന്തിച്ചുപോയി താൻ ചെയ്ത തെറ്റ്. അവൻ വലിയ അസ്വസ്ഥതയോടെ അവളിൽ നിന്ന് അകന്നു മാറി. അനന്യയുടെ കുഞ്ഞു ശരീരം ഭയം കൊണ്ടോ വികാരത്തെ ചുളക്കൊണ്ടോ ഇപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു.
സോറി, അവൻ പതുക്കെ മന്ത്രിച്ചു. രണ്ടടി പിന്നോട്ട് മാറി നിൽക്കെ അനന്യ വീണ്ടും കൈകൾ കൂപ്പി. സാർ പ്ലീസ്, ഇനി 2 ദിവസത്തേക്ക് പോലും എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല. ഇന്ന് തന്നെ എന്നെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി ചേർത്തണം പ്ലീസ്. ആദിത്യൻ അവളെ നേരെ നോക്കാതെ ജനലിലൂടെ പുറത്തേക്ക് ശൂന്യതയിലേക്ക് നോക്കി കണ്ണു നീട്ടുന്നു. ഇനി 1 മാസമേ, അതിനു മുമ്പ് ഹോസ്റ്റലിൽ പോയി വെറുതെ. കോളേജ് തുറക്കുന്നതിന് മുന്നേ എന്തിനാ നീ ഹോസ്റ്റലിലേക്ക് പോകുന്നത്? കോളേജ് തുറക്കുമ്പോൾ അവിടെയുള്ള ഹോസ്റ്റലിൽ തന്നെ നിനക്ക് നിൽക്കാമല്ലോ. അവൻ വിഷയം മാറ്റാൻ ശ്രമിച്ചു. ഇല്ല സർ, എനിക്കിനി ഒരു റിസ്ക് എടുക്കാൻ വയ്യ. അനന്യ അവൻ്റെ മുഖത്തേക്ക് നോക്കി തറപ്പിച്ചു പറഞ്ഞു. എന്നോട് യാതൊരു ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് സംഭവിച്ചതെന്താ? അതുകൊണ്ട് നമ്മൾ തമ്മിൽ അകലം പാലിക്കുന്നതാ സർ നല്ലത്. ഞാൻ കോളേജിൻ്റെ പടികൾ ഇതുവരെ ചവിട്ടിയിട്ട് പോലുമില്ല. അതിനു മുന്നേ നമുക്കിടയിൽ അതിരുകൾ ലംഘിക്കപ്പെട്ടാൽ എനിക്ക് പഠിക്കാൻ. അവളുടെ വാക്കുകൾ വിങ്ങിപ്പൊട്ടി മുറിഞ്ഞു പോയിരുന്നു. എനിക്ക് താങ്ങാൻ വയ്യ സർ പ്ലീസ്, അവൾ വീണ്ടും ആവർത്തിച്ചു. ആദിത്യൻ ഒരു ദീർഘശ്വാസം വിട്ടു. അവൻ്റെ ഉള്ളിൽ കടുത്ത അമർഷവും ദേഷ്യവും വന്നു. ശരി, പോയി ഡ്രസ്സ് മാറി റെഡിയാവടി. നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ. അത്രയും പറഞ്ഞ് അവൻ മുറിയിൽ നിന്ന് വേഗത്തിൽ ഇറങ്ങിപ്പോയി. തൻ്റെ സ്വന്തം മുറിയിലെത്തിയ ആദിത്യൻ നിയന്ത്രണം വിട്ട് കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. അവളെ ചേർത്ത് പിടിച്ച കൈകൾ കൊണ്ട് ഡ്രസ്സിംഗ് ടേബിൾ കണ്ണാടിയിലേക്ക് അവൻ ആഞ്ഞു കുത്തി. കണ്ണാടി ചില്ലുകൾ തകർന്നു വീണു. അവൻ്റെ കൈകളിൽ നിന്ന് ചോരത്തുള്ളികളായി ഇറ്റിറ്റു തറയിലേക്ക് വീഴാൻ തുടങ്ങി. നിനക്ക് ബുദ്ധി മരവിച്ചു പോയോ ആദിത്യൻ? അവൾ നിനക്കൊരു ബാധ്യത മാത്രമാണെന്ന് സ്വയം പറഞ്ഞു. കുറച്ചു നേരം മുൻപ് നീ എങ്ങനെയാണ് ഇത്രയും സ്വയം മറന്നുപോയത്? അവൾ പറയുന്നത് തികച്ചും ശരിയാണ്. നിനക്കവളെ ആലോചിക്കും തോറും അവനൊരു തീരുമാനത്തിലെത്തി. അവളെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിടുന്നത് തന്നെയാണ് നല്ലത്. അത് മാത്രമാണ് അവൾക്കും നല്ലത്. അവൻ പെട്ടെന്ന് മുറിയിലുണ്ടായിരുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു. മുറിവിലെ ചോര തുടച്ചു മാറ്റി പതിയെ മരുന്ന് പുരട്ടി ബാൻഡേജ് ചുറ്റിക്കെട്ടി. അല്പം കഴിഞ്ഞപ്പോൾ അനന്യക്ക് യാത്ര തയ്യാറായി നിന്നു. ഉള്ളിൽ ഒരു വലിയ വിങ്ങലുണ്ടായിരുന്നെങ്കിലും ആ വീട്ടിൽ തുടരുന്നത് അപകടമാണെന്ന് അവൾക്കും ഉറപ്പുണ്ടായിരുന്നു. അവൾ വാതിലിനടുത്ത് അവനെ കാത്തുനിന്നു. താഴേക്ക് ഇറങ്ങി വന്ന ആദിത്യൻ അവളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ കൂട്ടാക്കിയില്ല. അവൻ നിശബ്ദനായി വേഗത്തിൽ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ഇതേസമയം വഴിയിലുടനീളം ആദിത്യൻ 2-3 ഹോസ്റ്റലുകൾ കൊണ്ടുപോയി കാണിച്ചെങ്കിലും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അനന്യ അവയെല്ലാം നിരസിച്ചു കൊണ്ടേയിരുന്നു. ഇവിടെ കാറ്റും വെളിച്ചവുമില്ല സർ. ഇവിടെ അടുക്കളയും പരിസരവും തീരെ വൃത്തിയില്ല. ഇവിടെ ഒരു സെക്യൂരിറ്റി പോലും ഒട്ടുമില്ല. സുരക്ഷിതവുമല്ല ഇവിടെ. എന്നിങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ അവൾ പറയുന്ന ഒഴിവുകഴിവുകൾ കേട്ട് ആദ്യത്തിനാകെ ഭ്രാന്ത് പിടിച്ചു തോന്നുന്നു. തന്നിൽ നിന്നും അകന്നു പോകാൻ വെമ്പി നിൽക്കുന്നവൾ തന്നെയാണോ ഇതൊക്കെ പറയുന്നത് എന്ന് വിശ്വസിക്കാനും അവനും കഴിഞ്ഞില്ല. മണിക്കൂറുകളോളം വണ്ടി ഓടിച്ച് മടുത്തതിനാലും ഉള്ളിലെ അസ്വസ്ഥതകൾ മൂർച്ഛിച്ചതിനാലും അവൻ കാർ ഒരു പ്രമുഖ റെസ്റ്റോറൻറ്റിന് മുന്നിൽ നിർത്തി. ഉച്ച കഴിഞ്ഞ നേരമായതിനാൽ റെസ്റ്റോറൻറ്റിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വിജനമായൊരു കോണിൽ മേശയ്ക്ക് ഇരുവശത്തുമായി 2 പേരും ഇരുന്നു. അവൾക്കൊന്നും കഴിക്കാൻ താല്പര്യമില്ല. എങ്കിലും ആദിത്യൻ അവൾക്കായി ചില ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്തു. മേശപ്പുറത്ത് വെച്ച പ്ലേറ്റിലെ ഭക്ഷണത്തിലേക്ക് വെറുപ്പോടെ നോക്കിയിരിക്കുകയാണ് അനന്യ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ പാകത്തിന് വിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആദിത്യൻ അല്പം നിശബ്ദനായി അവളെ തന്നെ നിരീക്ഷിച്ചു. അവൻ്റെ കയ്യിലെ ബാൻഡേജിലേക്ക് അനന്യയുടെ കണ്ണുകൾ നീണ്ടതും അവൻ വേഗത്തിൽ കൈ മേശക്കടിയിലേക്ക് മറച്ചു വെച്ചു. എന്താ നിന്റെ ഉദ്ദേശം അനന്യ? അവൻ ശബ്ദം താഴ്ത്തി എന്നാൽ ഗൗരവത്തോടെ ചോദിച്ചു. ഇത്രയും നല്ല ഹോസ്റ്റലുകൾ കാണിച്ചിട്ടും നീ ഒരു നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയാണ്, അതല്ല. നീ വേഗത്തിൽ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്ത് എനിക്ക് വീട്ടിലേക്ക് മടങ്ങണം. എൻ്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. അനന്യ പതിയെ തലയുയർത്തി അവനെ നോക്കി. ആ കണ്ണുകളെ വെതുമ്പൽ കണ്ടപ്പോൾ ആദ്യത്തിന് കടുപ്പം നിറഞ്ഞ ഭാവം അല്പമൊന്ന് അയഞ്ഞു. എനിക്ക് നിങ്ങളെ വിട്ടുപോകാൻ പേടിയാ സർ. അവളുടെ വെറുക്കുന്ന വാക്കുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി. എന്താ നീ പറഞ്ഞത്? ആദിത്യൻ ഒന്ന് സ്തംഭനായി നിന്നുപോയി. എനിക്ക് നിങ്ങളോട് ദേഷ്യപ്പെടാം, അകലം പാലിക്കാം. പക്ഷെ ഈ നഗരത്തിൽ നിങ്ങളുടെ തണലില്ലാതെ ജീവിക്കാൻ എനിക്ക് ഭയമാ. അതിലും നല്ലത് ഞാൻ നിങ്ങളുടെ കൂടെ തങ്ങി അകലം പാലിച്ച് ജീവിക്കുന്നതാ. പ്ലീസ് സാർ, എന്നെ തിരിച്ചു കൊണ്ടുപോകാം. നമുക്ക് ഫ്ലാറ്റിലേക്ക് തന്നെ പോകാം. അവളുടെ കണ്ണുനീർ തുള്ളികൾ കവളിലൂടെ ഏറ്റുവീണു. അവളുടെ അപ്രതീക്ഷിതമായ ഏറ്റുപറച്ചിലിന് മുന്നിൽ എന്തു പറയണമെന്നാതെ ആദിത്യൻ നിശബ്ദനായിപ്പോയി. അവളുടെ കണ്ണുകളിലെ സത്യസന്ധത അവനെ ഉറച്ച തീരുമാനങ്ങളെ ഓരോന്നായി തകർത്തെറിയുകയായിരുന്നു.